ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഭാഷണം ദേശീയ തലത്തിൽ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള എജിറ്റേഷൻസോ അല്ലെങ്കിൽ അതുപോലുള്ള അവകാശവാദങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ്. അതാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. എൻ്റെ കൂടെ എൻ്റെ കൊളീഗ് ഉമയുണ്ട്. ഉമയാണ് ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അയോധ്യ മാതൃകയിലുള്ള അമ്പലം പള്ളി തർക്കങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത്. പിന്നെ കൂടാതെ ഇന്ത്യയിലെ ഡിവേഴ്സിറ്റി ആണ് അതിന്റെ യൂണിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ അദ്ദേഹം പറയാനുള്ള സാഹചര്യം അല്ലെങ്കിൽ കാരണം എന്തായിരുന്നു സർ? ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമായി തോന്നുന്ന ഒരു പ്രസ്താവനയാണ് RSS മേധാവിയുടെ കയ്യിൽ നിന്ന് വന്നത്, സാധാരണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ 10-20 അല്ല, ഏതാണ്ട് ഒരു 80കളുടെ അവസാനം മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന RSS, BJP, വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭിപ്രായങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പദ്ധതികൾക്കും വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. പൂനെയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു അദ്ദേഹം ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. എന്താണ്, ഇന്ത്യ ഒരു വിശ്വഗുരു ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ വിഷയം. അപ്പോൾ അതിലാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പറഞ്ഞ അയോധ്യ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് സവിശേഷമായൊരു സാധനമായിരുന്നു, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരുന്നു. ആ നിലയിൽ അത് പരിഹരിക്കപ്പെട്ടു. എന്നാൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല, അത്തരം സംരംഭങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള നിലയിലാണ് അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ ആ കാര്യത്തിൽ പ്രകടിപ്പിച്ചത്. അതിലൊന്ന് പറഞ്ഞത്, ഈ ഒരു അമ്പലവും പള്ളിയും ഇങ്ങനെ തർക്കം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഹിന്ദു നേതാവാൻ എന്ന് കരുതിയാൽ അത് നടക്കുന്നതല്ല, അങ്ങനെ ഒരാൾക്കും ഒരു ഹിന്ദു നേതാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനും പുറമെയാണ് ഇപ്പം ഉമ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന നമ്മുടെ ആ പറച്ചിൽ, ഇപ്പം നാനാത്വമാണ് നമ്മുടെ ഐക്യം എന്ന് പറയുന്നത്, അതായത് ഡൈവേഴ്സിറ്റി ഈസ് അവർ യൂണിറ്റി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക്. അപ്പോൾ ഇതെല്ലാം സാധാരണഗതിയിൽ വളരെ ലിബറൽ എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന അഭിപ്രായങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം RSSൻ്റെ മേധാവി പുറപ്പെടുവിച്ചത് എന്ന് ഉമ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് അറിയാൻ പറ്റും. കാരണം ഒന്ന്, ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പള്ളികളും മോളിൽ ഇതുപോലെ അവകാശവാദങ്ങൾ പ്രാദേശിക കോടതികൾ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാക്കുന്നു, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു, വയലൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വന്നു കഴിഞ്ഞിരുന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ജെന്യുവനായിട്ടുള്ള ആത്മാർത്ഥമായ ആശങ്കകളുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് കോടതി വിധികൾ വരുന്നത്. അപ്പം നമ്മുടെ ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശേഖർ ഗുപ്ത ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞത്, ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ തരം ഹിന്ദുത്വം വന്നേക്കാണ്. അതായത് തങ്ങളുടെ പഴയ കാലത്ത് തങ്ങൾക്ക് നേരിട്ട എന്തോ അനീതിയെ ഇപ്പം നിയമം ഉപയോഗിച്ച് അത് നീതിയാക്കി മാറ്റുക എന്നുള്ളതിനാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാദേശിക തലത്തിൽ അവർ സംഘടിക്കുന്നു. ആ പ്രാദേശിക തലത്തിൽ സംഘടിച്ചിട്ട് അത് അവരൊരു വിഷയം ഉണ്ടാക്കുന്നു. അത് ലോക്കൽ യൂട്യൂബ് ചാനലുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. അതിൻ്റെ തൊട്ട് പുറകെയാണ് ഈ കോടതിയിൽ കേസുമായിട്ട് വരുന്നത്. കോടതി മിക്കവാറും ഇതിന് അനുകൂലമായിട്ട് വിധി പറയുന്നു. പിന്നെ ഇത് ദേശീയ ചാനലുകൾ ഏറ്റെടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ്സിനെ ശേഖർ ഗുപ്ത വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇപ്പം BJPയുടെ ഭരണം ഇന്ത്യയിൽ നിലനിർത്തുക എന്ന് പറയുന്നത് മറ്റാരേക്കാളും RSSനാണ് ആവശ്യം. അപ്പം ഭരണം നടത്താൻ പറ്റാത്ത നിലയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് RSS മേധാവി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് ശേഖർ ഗുപ്തയുടെ ആദ്യത്തെ ഒരു വിശകലനം. ഇത്തരത്തിലുള്ള 2-3 കാര്യങ്ങൾ ഈ RSS മേധാവി ഇതിന് 2022 അദ്ദേഹം സമാനമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം ഇത് പറയുന്നു. അങ്ങനെയുള്ളൊരു കാര്യം അങ്ങനെ പറയാറുണ്ട്. അപ്പം ഇത് ഈ ഭരണപരമായിട്ടുള്ള
പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം, ക്രമസമാധാന പ്രശ്നം മാത്രമാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രമായിട്ട് പരിഗണിക്കാനാവില്ല. കാരണം ഇത് സംഘപരിവാറിനുള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഈ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് RSS ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അത്ര ആക്റ്റീവായി പങ്കെടുത്തിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ വളരെ ക്രൂഷ്യലായിട്ടുള്ള സംസ്ഥാനങ്ങൾ. അതിൻ്റെ ഒരു ഫലമായിരുന്നു BJPക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയെന്നുള്ള വിശകലനങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RSS നേതൃത്വവും BJP അല്ലെങ്കിൽ BJPയിൽ ഇന്ന് ഇത് ചെയ്യുന്ന അപ്രമാദിത്വമുള്ള മോഡി ഷാ സഖ്യം RSS നേതൃത്വവുമായിട്ട് തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞു എന്നും ആ നിലയിൽ RSS വീണ്ടും ഈ ഇതിൽ സജീവമായെന്നും ഒക്കെയാണ് പൊതുവെയുള്ള വാർത്തകൾ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിഗമനത്തെ ശരിവയ്ക്കുന്നതാണ് ഈ RSS മേധാവിയുടെ ഈ പ്രസ്താവന. കാരണം ഞങ്ങളാണ് ഇവിടുത്തെ ബാക്കിയുള്ള മോഡിയും ഷായും അല്ല, ഞങ്ങളാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു പോസ്റ്റ് മോഡി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അരങ്ങൊരുക്കലാണ് അവർ നടത്തുന്നതെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ മോഹൻ ഭഗവതിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുകയെന്ന് തോന്നുന്നു. അപ്പൊ സാർ, ഈ RSSും സംഘപരിവാറും ഉയർത്തുന്ന ഹിന്ദുത്വവാദത്തെ ആളുകൾ സ്വീകരിക്കുന്നു എന്നതിന് സൂചനയാണോ ഇപ്പൊ ഈ മോഹൻ? അതുകൂടെ ഒരു ഇതുണ്ട്, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് അത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ആൾമോസ്റ്റ് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും മാത്രമല്ല, ഒരു നമ്മുടെ സോക്കാളുടെ പൊതുബോധത്തിൽ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസ് ആയാലും ശരി, ഒരുപക്ഷെ ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ ബാക്കിയുള്ള മിക്ക പാർട്ടികളും എക്സ്പ്ലിസിറ്റ് ആയിട്ട് അത് പറയുന്നില്ലെങ്കിലും അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളൊരു നിലയാണ്. ഇപ്പം രാമജന്മഭൂമി പ്രശ്നത്തിലെല്ലാം വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോടതി വിധിയോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണം എല്ലാം ആ നിലയിലായിരുന്നു. കാരണം ഞങ്ങളാണ് ഈ വിഷയം ആദ്യം ഉന്നയിച്ചത്, ഞങ്ങളായിരുന്നു, അങ്ങനെ ഉള്ള ഒരു നിലയിൽ. അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെജോറിറ്റേറിയൻ ഹിന്ദുത്വ എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു അക്സെപ്റ്റബിൾ സാധനമായി മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ RSSൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ RSSലെ ഈ ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ പഴയതുപോലെ അത്രയധികം ഒരു വിദ്വേഷജനകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ഹിന്ദുത്വം മുന്നോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തലയിലുള്ള ഒരു ഹിന്ദുത്വം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ലൈനിലുള്ള ഒരു ഇംപ്രഷൻ കൂടെ ഒരു പക്ഷേ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ശ്രമം കൂടെയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഇതെല്ലാം തന്നെ പല രീതിയിലുള്ള ഈ റൂളിംഗ് ബ്ലോക്ക് എന്നുള്ള നിലയിൽ, ഒരു ഭരണകൂടാധികാരം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ബ്ലോക്ക് എന്നുള്ള നിലയിൽ അതിനകത്ത് പലതരം അധികാര ബ്ലോക്കുകളുണ്ടാവും, പലതരം താല്പര്യങ്ങളുള്ളവരുണ്ടാവും. അപ്പോൾ ആ താല്പര്യങ്ങളുടെയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളും ഈ ഒരു സാധനത്തിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മോഹൻ ഭാഗവത് ഉയർത്തിയ ആളുടെ അഭിപ്രായത്തിന് സംഘപരിവാറിൽ നിന്നാണ് വിമർശനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതായി കാണാം. എന്താണ് അതിന് കാരണം? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സംഘപരിവാറിൽ നിന്നായിട്ടാണ് വിമർശനങ്ങൾ വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് സാർ. അതും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ മോഹൻ ഭഗവതിൻ്റെ ഈ പ്രഭാഷണത്തിനോട് സത്യത്തിൽ ഇവിടുത്തെ സെക്കുലർ പാർട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അല്ല ആദ്യം പ്രതികരിച്ചത്. അവർ ഇതുവരെ അതിനോട് വ്യക്തമായ നിലയിൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ഉമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നിട്ടുള്ളത്, അദ്ദേഹത്തിന് എതിരഭിപ്രായങ്ങൾ വന്നിട്ടുള്ളത് സംഘപരിവാറിനകത്തുനിന്ന് വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ കൃത്യമായി ചിലത് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ഇത് തെറ്റിപ്പോയെന്ന് വരെ പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് മൊത്തം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള പലതരത്തിലുള്ള, അതായത് വളരെ തീക്ഷ്ണമായിട്ടുള്ള ചില വിയോജിപ്പുകൾ അതിനകത്തോട്ട് വരുന്നു. അപ്പം RSS മേധാവി പോലും അസ്വീകാര്യനാവുന്ന തരത്തിലുള്ള ഒരു ഹിന്ദുത്വവും കൂടെ ഇതിന് പാരലായിട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു ഹിന്ദുത്വം മാത്രം വരുന്നതില്ല. ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ ഒരു വർഗീയതയുടെ ഒരു ചരിത്രവും അതിൻ്റെ സ്വഭാവവും എല്ലാം എടുക്കുമ്പോഴത്തേക്ക്
പലപ്പോഴും ഇത് വളരെ പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രമാദമായിട്ടുള്ള ഈ അയോധ്യ പോലും 1985 ഈ അയോധ്യയിൽ അല്ലെങ്കിൽ 86 മറ്റേ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ സമയത്ത് അയോധ്യയിൽ ആരാധന നടത്താനായിട്ട് അത് തുറന്നു കൊടുക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതൊരു നാഷണൽ ലെവലിൽ ഇത്രയും വലിയൊരു അറ്റൻഷൻ വരുന്നൊരു സാധനമായി മാറിയത്. അതുമല്ലെങ്കിൽ പലർക്കും ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറയിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്നൊരു സംഭവം ഉണ്ടോ എന്നുള്ള നിലയിൽ. അപ്പോൾ ഇതേപോലെയുള്ള പല പ്രാദേശിക വിഷയങ്ങളും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും വരുന്നത് അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണ്, സാമ്പത്തികമായിട്ടുള്ള വിഷയമാണ്, സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം RSS മേധാവി പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള പലരും ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് പ്രാദേശികമായിട്ടുള്ള പല അധികാര തർക്കങ്ങളുടെയും ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനെ വേറൊരു നിലയിൽ വലിയ ദേശീയമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലയിലേക്ക് അതിനൊരു പരിവേഷം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് ഉത്തരവാദികൾ ഈ പറഞ്ഞതുപോലെ തന്നെ RSSഉം അതുപോലുള്ള സംഘടനകളും തന്നെയാണ്. കാരണം അവർ 10-70 അല്ലെങ്കിൽ 100 വർഷങ്ങളായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ആശയശാസ്ത്രത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള മാനിഫെസ്റ്റേഷൻസാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് ഇതൊരു പുതിയ ഹിന്ദുത്വമാണെന്ന് ശേഖർ ഗുപ്തയെ പോലുള്ളവർ പറയുമ്പോഴത്തേക്ക് അത് എസെൻഷ്യലി അത്രത്തോളം പുതിയതല്ല. ഇതെല്ലാ കാലത്തും ഇതുപോലെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള സമയങ്ങളിലും ഇവർ അതാത് കാലങ്ങളിലെ ടെക്നോളജി വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ 80കളുടെ അവസാനം ആണ് നിങ്ങളുടെ തലമുറയ്ക്കൊന്നും ഒരു പക്ഷേ അറിയലുണ്ടാവില്ല, വീഡിയോ കാസറ്റുകളായിരുന്നു. വീഡിയോ കാസറ്റുകളും ഓഡിയോ കാസറ്റുകളും. ഇപ്പോൾ അയോധ്യ അമ്പലത്തിൻ്റെ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഓഡിയോ കാസറ്റുകളായിരുന്നു. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരുന്നു അത്. ആ നിലയിൽ അവരുടെ ഒരു ഒരു വിഭാഗീയമായ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാനായിട്ട്. അതിപ്പം ഹിന്ദു ശക്തികൾ മാത്രമല്ല, ബാക്കിയുള്ള ശക്തികളും ഏതാണ്ട് സമാനമായിട്ട് ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളായാലും ശരി അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളായാലും ശരി ഈ നിലയിൽ ടെക്നോളജി അവർ ഉപയോഗപ്പെടുത്തുന്നതിൽ അവർ വളരെ മുൻപന്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉമ ചോദിച്ച പോലെ ഇപ്പം RSS മേധാവിക്ക് ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വരുന്നത് ഈ ബന്ധുക്കളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതും നമ്മൾ ഒരുപക്ഷെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖമായിരിക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും.